ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. റഷ്യൻ എണ്ണ വാങ്ങുന്നത് സാമ്പത്തികവും വാണിജ്യപരവുമായ കാര്യങ്ങൾ പരിഗണിച്ചാണെന്നും ഒരു ഇംഗ്ലീഷ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ധനമന്ത്രി വ്യക്തമാക്കി. അതിനിടെ UN വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തേക്കില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആയിരിക്കും പകരം പങ്കെടുക്കുക. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യും. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, തിരുവോണമൊക്കെ ഗംഭീരമായിട്ട് പോയി എന്ന് വിശ്വസിക്കുന്നു. ഈ അവിടുത്തെ ദിനത്തിൽ നമുക്ക് കിട്ടുന്ന പുതിയ വാർത്തകൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് SKN. തിരുവോണം ഗംഭീരമായി തന്നെ ആഘോഷിച്ചു. അതേസമയം ഈ വാർത്തയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ US തീരുവയുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷം തുടരുന്നതിനിടെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത്, അതാണ് US തീരുവ, ഇന്ത്യക്ക് ഇരട്ടി തീരുവ നടപ്പാക്കാൻ പറഞ്ഞ ഒരു കാരണം. അത് ഇന്ത്യ ഒരിക്കലും നിർത്തില്ല എന്ന് തന്നെയാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. അതിനുള്ള കാരണങ്ങളും ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യ എണ്ണ വാങ്ങുന്നത് സാമ്പത്തികവും വാണിജ്യവുപരമായ പരിഗണനകൾ അടിസ്ഥാനമാക്കിയാണ് എന്നും രാജ്യത്ത് ആവശ്യമായ എണ്ണയുടെ 88% ഇത്തരത്തിൽ ഇറക്കുമതി ചെയ്യുന്നതാണ് എന്നുമാണ് ധനമന്ത്രി വിശദീകരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയതിലൂടെ കോടിക്കണക്കിന് ഡോളർ ഇന്ത്യക്ക് ലാഭിക്കാനായി. അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടി തുടരും എന്ന് തന്നെയാണ് ധനമന്ത്രി വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ ട്രംപിൻ്റെ ഈ 50% തീരുവ എന്ന പ്രഖ്യാപനം, അത് മറികടക്കാൻ, വലിയൊരു പരിധിവരെ മറികടക്കാൻ പുതിയ GST പരിഷ്കരണത്തിലൂടെ കഴിയും എന്ന പ്രതീക്ഷയും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കുവയ്ക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു തീരുവയിലൂടെ ഇന്ത്യയിൽ നഷ്ടമുണ്ടായ മേഖലകൾ, കയറ്റുമതിയെ ബാധിച്ച മേഖലകൾക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നു വരികയാണ് എന്നും ധനമന്ത്രി വ്യക്തമാക്കുന്നു. അതിനുവേണ്ടി ഒരു പാക്കേജ് തന്നെ തയ്യാറായിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഈ കയറ്റുമതി മറികടക്കാൻ കഴിയുന്ന മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിച്ചു വരുന്നുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശനം, അദ്ദേഹം US സന്ദർശനം മാറ്റിവെച്ചേക്കും, അല്ലെങ്കിൽ ഉടൻ തന്നെ സന്ദർശിക്കില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. UN വാർഷിക ഉച്ചകോടിയിൽ, ജനറൽ അസംബ്ലിയുടെ വാർഷിക സെഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശിക്കാൻ ഇരുന്നത്. എന്നാൽ ആ ഒരു സന്ദർശനം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. പ്രധാനമന്ത്രിയുടെ പേര് ഈ UN സമ്മേളനത്തിലെ സംസാരിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ ഒരു സന്ദർശന വേളയിൽ US-മായി ബന്ധപ്പെട്ടുള്ള തീരുവ സംബന്ധിച്ചുള്ള സംഘർഷം സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഈ ഒരു സന്ദർശനം ഒഴിവാക്കിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പകരം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആയിരിക്കും ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുക. അതോടെ ഇന്ത്യ US ചർച്ചകൾ വീണ്ടും ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അതേസമയം നവംബറിൽ തന്നെ ഈ ഒരു US-മായി ബന്ധപ്പെട്ടുള്ള വ്യാപാര കരാർ തയ്യാറാകും എന്നായിരുന്നു വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ നേരത്തെ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകളും പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. SKN.